Hi, welcome to Read With Me, the Hindu newspaper analysis for 11th November 2025. In-depth ന്യൂസ് അനാലിസിസിലേക്ക് പോവാം. ഫസ്റ്റ് എഡിറ്റോറിയൽ പേജിലെ ഇൻ ഫ്രീ ഫോൾ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ് നോക്കുന്നത്. സുഡാനിലെ സിവിൽ വാറിനെ കുറിച്ചും അവിടുത്തെ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിനെ കുറിച്ചുമാണ് ഇതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സുഡാനിലെ ഡാഫർ റീജിയണിലുള്ള ഒരു പാരാമിലിറ്ററി ഗ്രൂപ്പാണ് RSF അഥവാ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ്. അവരവിടെ നടത്തുന്ന അട്രോസിറ്റീസ് ആണ് ഇതിനൊക്കെ കാരണം. ഏപ്രിൽ 2023 സ്റ്റാർട്ട് ചെയ്തതാണ് ഈ കോൺഫ്ലിക്റ്റ്. ഇപ്പോൾ ഇതൊരു മാസീവ് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആയിട്ട് എത്തി നിൽക്കുകയാണ്. 10,000-കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുകയും മില്യൺസോളം ആൾക്കാർ അവിടെ നിന്ന് ഡിസ്പ്ലേസ്ഡ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഈ കോൺഫ്ലിക്റ്റ് മെയിനായിട്ടും ആരൊക്കെ തമ്മിലാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ജനറൽ അബ്ദെൽ ഫത്ത അൽ ബുറാൻ ലീഡ് ചെയ്യുന്ന സുഡാനീസ് ആംഡ് ഫോഴ്സും RSFും തമ്മിലാണ്. 2021 ഒരു കൂ നടക്കുന്നു അവിടെ. പവറിന് വേണ്ടിയിട്ടുള്ളൊരു സ്ട്രഗിൾ. അത് കാരണം അവിടുത്തെ ഗവൺമെൻറ്റിനെ പുറത്താക്കുകയും പകരം പവറിന് വേണ്ടിയിട്ട് ഈ രണ്ട് പാർട്ടീസും അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ ഒരു വാർ. ഡാഫൂർ റീജിയൻ എന്ന് പറയുന്നത് സുഡാൻ്റെ വെസ്റ്റേൺ സൈഡാണ്. അവിടെ ഇപ്പോൾ RSFിൻ്റെ ഒരു താവളമാണ്. അവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഈ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസും ഫാമിൻ കണ്ടീഷൻസും ഒക്കെയാണ്. വേൾഡിലെ വേഴ്സ്റ്റ് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് എന്നാണ് UN പോലും ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ കോൺഫ്ലിക്റ്റിലെ ഇൻ്റർനാഷണൽ ഇൻവോൾവ്മെൻറ്റ് നോക്കുമ്പോൾ സുഡാനീസ് ആർമീനെ സപ്പോർട്ട് ചെയ്തിട്ടുകൊണ്ട് ഈജിപ്തും RSFിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് UAEയുമാണുള്ളത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, വാട്ട് സൗത്ത് ഏഷ്യ വാണ്ട്സ് ഫ്രം COP30 ന്യൂ ഹൊറൈസൺസ്. UNFCCCയുടെ കോൺഫറൻസ് ഓഫ് പാർട്ടീസിൻ്റെ 30ാമത്തെ സെഷൻ ബ്രസീലിൽ നടക്കാൻ പോവുകയാണ്. സൗത്ത് ഏഷ്യയുടെ ക്ലൈമറ്റ് പ്രയോറിറ്റീസിനായിരിക്കും ഇത്തവണ ഫോക്കസ് കൊടുക്കുക. ഗ്ലോബൽ ക്ലൈമറ്റ് ആക്ഷൻ ഏതുവരെ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായും ഡിസ്കസ് ചെയ്യും. സൗത്ത് ഏഷ്യ സിവിയർ ക്ലൈമറ്റ് റിസ്ക് ഫേസ് ചെയ്യുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. പാരീസ് അഗ്രിമെൻറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് 2015 സെറ്റ് ചെയ്തൊരു അഗ്രിമെൻ്റാണ്. ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ട്രീറ്റിയാണ്. ഇൻഡസ്ട്രിയൽ ലെവൽസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗ്ലോബൽ വാർമിംഗ് 2 ഡിഗ്രി സെൽഷ്യസിന് താഴേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഗോള്. ഓരോ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് നടക്കുമ്പോഴും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ഗോൾസും അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കമ്പയർ ചെയ്യാറുണ്ട്. ഇത്തവണയും സൗത്ത് ഏഷ്യയുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും. ഇതിനു മുന്നേയും പാരീസ് അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് ഓരോ കൺട്രീസിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ് അതിൻ്റെ പാർട്ടായിട്ടാണ് ഇങ്ങനെ ഒരു ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻസ് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള പ്രോമിസസ് ഏതൊക്കെ കൺട്രീസ് പാലിക്കുന്നുണ്ട്, ഈ ക്ലൈമറ്റ് ആക്ഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഫൈനാൻസ് അതെങ്ങനെയാണ്, അതിൻ്റെ ആക്ച്വൽ ഡെലിവറി നടക്കുന്നുണ്ടോ, മാത്രമല്ല അഡാപ്റ്റേഷൻ പോളിസീസ്, അതായത് ക്ലൈമറ്റ് അഡാപ്റ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഫ്ലഡ്, ഹീറ്റ് വേവ്സ്, ഗ്ലേഷ്യൽ മെൽറ്റ്, ഇങ്ങനെയുള്ള കലാമിറ്റീസ് ഓരോ റീജിയൻസിനെ ഇമ്പാക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെയൊക്കെ മിറ്റിഗേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുന്നത്, ഇതിനൊക്കെ പൂർണ്ണമായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടോ. ഡെവലപ്ഡ് കൺട്രീസ് ക്ലൈമറ്റ് ഫൈനാൻസിന് വേണ്ടിയിട്ടുള്ള പ്ലെഡ്ജസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അത് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ. ഈ ക്ലൈമറ്റ് ഫൈനാൻസിൽ വരുന്നതാണ് ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട്, ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട്. പ്രൈവറ്റ് സെക്ടർ, സിവിൽ സൊസൈറ്റി, യൂത്ത്, അക്കാഡമിയ ഇവരൊക്കെ ക്ലൈമറ്റ് ആക്ഷനിൽ എത്രത്തോളം ഇൻവോൾവ് ആണ്. ടെക്നോളജി ട്രാൻസ്ഫർ ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നും ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്നുണ്ടോ. ക്ലൈമറ്റ് ആക്ഷൻ്റെ കാര്യത്തിൽ ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും ഡിസ്കസ് ചെയ്യും. ഇപ്പോഴത്തെ ചലഞ്ചസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് മൾട്ടിലാറ്ററലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് തന്നെ സ്ട്രെയിൻ ഉണ്ടായിരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ ട്രേഡാണ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. മേജർ ആക്ടറായിട്ടുള്ള US പോലും പാരീസ് അഗ്രിമെൻറ്റിൽ നിന്നും വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്ലൈമറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇനിഷ്യേറ്റീവ്സ് നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇംപ്ലിമെൻറ്റേഷനിലെ ഇഷ്യൂസ് വരികയാണ്. ഓരോ വർഷവും കോപ്പ് സമ്മിറ്റ് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഇഷ്യൂസ് അവരെങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, സെലിബ്രേറ്റിംഗ് എ സേജ് കിങ്, സെലിബ്രേഷൻ ഓഫ് ഇന്ത്യ ഭൂട്ടാൻ ടൈസ്. ഇന്ത്യയും നമ്മുടെ അയൽ രാജ്യവുമായിട്ടുള്ള ഭൂട്ടാനുമായിട്ടുള്ള ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ആർട്ടിക്കിളിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഭൂട്ടാൻ്റെ ഫോമർ കിങ് ആയിട്ടുള്ള ജിഗ്മേ സിംഗെ വാങ്ചോക് അദ്ദേഹത്തിൻ്റെ 70ാമത്തെ പിറന്നാളാണ്. അതിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് ഇത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിയിലെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു നേഷനാണ് ഭൂട്ടാൻ. ഇന്ത്യയുടെ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സുമായിട്ടുള്ള റിലേഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു ഇന്ത്യയുടെ ഫോറിൻ പോളിസിയാണ് നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി. ഇന്ത്യ ഭൂട്ടാൻ റിലേഷൻസിലെ ഒരു കോർണർ സ്റ്റോണാണ് ഹൈഡ്രോ പവർ ഡിപ്ലോമസി. അതിൽ ഇന്ത്യ ഭൂട്ടാനിന് വേണ്ടിയിട്ടുള്ള ഹൈഡ്രോ പവർ
പ്രോജക്ട്സിൻ്റെ ക്യാപിറ്റൽ നൽകുന്നു, പകരം ഫുഡ് ആൻഡ് റിട്ടേൺ ആയിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നു. എക്സാമ്പിൾ പറയുവാണെങ്കിൽ റീസെൻ്റ്ലി ഇനോഗ്രേറ്റ് ചെയ്ത 1020 മെഗാവാട്ട് വരുന്ന പുനഃസംഗ്ചു 2 ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റാണ്. ഇപ്പോൾ കാണുന്ന ഒരു ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ പവർ ഡിപ്ലോമസിയിൽ പ്രൈവറ്റ് ഫേംസ് ആയിട്ടുള്ള ടാറ്റ പവറോ അദാനി പവർ അവരെല്ലാവരും ഭൂട്ടാനീസ് ഫ്യൂച്ചർ പ്രോജക്ട്സിലോട്ട് ക്യാപിറ്റൽ ഇൻവോൾവ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഈ ഹൈഡ്രോ പവറിന് പുറമെ ഒരുപാട് ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ് ഇന്ത്യ ഭൂട്ടാന് നൽകുന്നുണ്ട്. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിനായാലും മൊണാസ്ട്രി ഡെവലപ്മെൻറ്റിനായാലും ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്ഗ്രേഡിനായാലും ഒരുപാട് സപ്പോർട്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഭൂട്ടാന് ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഇറാഖി ഇലക്ഷൻസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇന്ത്യ. ഇറാഖിൽ പാർലമെൻ്ററി ഇലക്ഷൻസ് വരികയാണ്. ഈ ഇലക്ഷൻ ഗ്ലോബലി എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ? ഉണ്ട്. ഇറാഖ് എന്ന് പറയുന്നത് ഒരു മേജർ ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ഇറാഖിന് ഒരു ജിയോ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈയിടെയായിട്ട് ഇറാഖും ഇന്ത്യയും തമ്മിലുള്ള റിലേഷനിൽ ചെറിയ പാളിച്ചകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇലക്ഷൻസ് എന്ന് പറയുന്ന എന്തെങ്കിലും സാധ്യത തുറന്നു വെക്കുന്നുണ്ടോ ഇന്ത്യയും ഇറാഖും തമ്മിലുള്ള റിലേഷൻസ് വീണ്ടും ഒന്ന് പുതുക്കുന്നതിന് വേണ്ടിയിട്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇറാഖി പാർലമെൻ്ററി ഇലക്ഷൻ്റെ ഒരു ഫീച്ചറാണ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. പാർലമെൻ്ററി ഇലക്ഷൻസിൽ ഒരുപാട് ചാലഞ്ചസും ഫേസ് ചെയ്യുന്നുണ്ട് അവർ. കറപ്ഷൻ, ലോ വോട്ടർ ടേൺ ഔട്ട്, പിന്നെ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, മൊഹസാസ സിസ്റ്റം. അത് ചില സെക്ടേഴ്സ് പവർ ഷെയർ ചെയ്യുന്നു, അതാണ് ആ സിസ്റ്റം. മിലീഷ്യാസിൻ്റെ പ്രശ്നങ്ങൾ, എത്തനോ സെക്ടേറിയനിസം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇറാഖ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസാണ്. ഷിയ, സുന്നി, കുർദിഷ് അങ്ങനെ സെക്ടേറിയൻ ഗ്രൂപ്പുകൾ അവിടെ വളരെയധികം പ്രിവലൻ്റ് ആണ്. ഇറാഖിൻ്റെ ജിയോ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒപ്പേക്കിലെ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ് ഇറാഖ്. അതായത് ഗ്ലോബൽ ഓയിൽ സപ്ലൈയിൽ ഒരു ക്രൂഷ്യൽ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. റീജിയണൽ പവർ ഡൈനാമിക്സിലും ഒരു കീ റോള് പ്ലേ ചെയ്യാനായിട്ട് ഇറാഖിന് കഴിയുന്നുണ്ട്. ഇന്ത്യ ഇറാഖ് റിലേഷൻസിനെ കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇറാഖുമായിട്ട് ഒരുപാട് ട്രേഡ് ഉണ്ട്. $33.3 ബില്യൺ നമ്മൾ ഇറാഖുമായിട്ട് ട്രേഡ് നടത്തുന്നുണ്ട്. കൂടുതലും നമ്മൾ ഇറാഖിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഡീലിംഗ് വിത്ത് എ ഡോഗ് പ്രോബ്ലം. കേരളത്തിലെ സ്ട്രേ ഡോഗ് പ്രോബ്ലത്തിനെ കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. സുപ്രീം കോടതി റീസെൻ്റ്ലി ഒരു ഡയറക്റ്റീവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്ട്രേ ഡോഗ്സിനെ സ്റ്റെറിലൈസേഷനും വാക്സിനേഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരെ പബ്ലിക് പ്ലേസിൽ നിന്നും റീലൊക്കേറ്റ് ചെയ്ത് ഏതെങ്കിലും ഡെസിഗ്നേറ്റഡ് ഷെൽട്ടേഴ്സിലാക്കണം എന്നായിരുന്നു ആ ഡയറക്റ്റീവ്. ഇപ്പോൾ ഉള്ള സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്ചർ ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുക, വാക്സിനേറ്റ് ചെയ്യുക, വീണ്ടും പുറത്തേക്ക് വിടുക, റിട്ടേൺ ചെയ്യുക, ആ പോളിസിയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഒരു സംവിധാനം ഒരുപാട് ചാലഞ്ചസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദിവസവും സ്ട്രേ ഡോഗ്സിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുള്ളതാണ്. കുട്ടികളെ കടിച്ചു പരിക്കേൽപ്പിക്കുന്നതും സ്ട്രേ ഡോഗിൻ്റെ പോപ്പുലേഷൻ കൂടി വരുന്നൊരവസ്ഥയും ഇതൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ് 2023 പറഞ്ഞിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. അതായത് ക്യാപ്ചർ ചെയ്യുക, വാക്സിനേറ്റ് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുക, റിട്ടേൺ ചെയ്യുക, ഈ ഒരു പോളിസി. അതിനെതിരെയാണ് സുപ്രീം കോടതി പുതിയൊരു ഡയറക്റ്റീവ് ഇപ്പോൾ കൊണ്ടുവന്നത്. സുപ്രീം കോടതിൻ്റെ ഡയറക്റ്റീവിൻ്റെ ഉദ്ദേശം നല്ലതാണെങ്കിൽ പോലും അതിന് ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് വരുമ്പോൾ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഡോഗ് ഷെൽട്ടേഴ്സ്, ABC സെൻറ്റേഴ്സ്, ഇതിൻ്റെയൊക്കെ അഭാവമുണ്ട്. ക്വാളിഫൈഡ് ആയിട്ടുള്ള വെറ്റിനറി സർജൻസ് അവരുടെ എണ്ണത്തിൽ ഒരുപാട് കുറവുണ്ട്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആനിമൽ ഹാൻഡ്ലേഴ്സ് അവരെയൊന്നും നമുക്ക് കിട്ടാനില്ല. ഷെൽട്ടേഴ്സ് സെറ്റ് ചെയ്യുക, അത് റൺ ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ എക്സ്പെൻസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ഡോഗിൻ്റെ ഇമ്മ്യൂണൈസേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഇതിൻ്റെ എല്ലാം എക്സ്പെൻസ് വഹിക്കേണ്ടി വരുന്നത് ലോക്കൽ ബോഡീസ് ആയിരിക്കും. അപ്പോൾ അവരുടെ മേൽ ഒരു അധിക ഭാരമാണ് വരാൻ പോകുന്നത്. കൂടാതെ പബ്ലിക്കിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഈ ABC സെൻറ്റേഴ്സൊക്കെ പണിയാനായിട്ട് ഒരുപാട് പേര് എതിർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ സുപ്രീം കോടതിയുടെ ഡയറക്റ്റീവ് പബ്ലിക് ഹെൽത്ത് കൺസേണിന് ഫോക്കസ് ചെയ്തിട്ടാണ് വന്നതെങ്കിൽ പോലും അത് പ്രാക്ടിക്കൽ ലെവലിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്.